ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഒരു വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു മീൻ മേടിക്കാൻ പോയതാണ്. അപ്പോൾ 3 മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 സൈസിലെ മീൻ കിട്ടിയിട്ടുണ്ട്, നങ്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ മത്തി കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു വാളയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണത്തിനും കൂടെ 100 രൂപയ്ക്ക് മീൻകാരൻ നമുക്ക് തന്നെയാണേ. അപ്പോൾ ഈ വാള ഭയങ്കര മുള്ളുള്ള വാളയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് വാള ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് നമ്മുടെ മറ്റേ വാളയില്ലേ, മുളക് കറിയൊക്കെ വെക്കാൻ പറ്റിയ മുള്ളൊന്നും ഇല്ലാത്ത വാള എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് മുള്ളൻ വാളയായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, വറുക്കാമെന്നും വിചാരിച്ച് ഞാനങ്ങ് മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ വാള നമുക്ക് വറുക്കുകയും ചെയ്യാം, ബാക്കിയുള്ള മീനൊക്കെ എടുത്ത് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മത്തിയിൽ നിന്നൊരു മോചനം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നങ്ക് മേടിച്ചത് കേട്ടോ. അപ്പം നങ്കോ ചെറിയ നങ്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ശരി, കുറേ നാളായില്ലേ നമുക്ക് നങ്കൊക്കെ കഴിച്ചിട്ട്. ഈ മത്തി തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് അങ്ങ് ബോറായി. ഇനി നമുക്ക് വേറെയുള്ള മീനിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ നങ്കാണെങ്കിലും ഇച്ചിരി മേടിച്ചത്. പിന്നെ നമ്മുടെ വാളയും മേടിച്ചത് കേട്ടോ. നല്ല മുള്ളുള്ള വാളയായിരുന്നു. കുഴപ്പമില്ല, നമുക്കത് കറി വയ്ക്കാം. കറിയല്ല, വറുക്കാം. അപ്പോൾ വാള ഞാൻ വെട്ടിയെടുത്തു. ഇനി ബാക്കിയുള്ള 2 മീനും കൂടെ അങ്ങോട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇത്രയും നാളായിട്ട് നമ്മുടെ മത്തി വലുതാകുന്നില്ലെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തായിരിക്കും അല്ലേ ഈ മത്തി ഈ ഒരു സൈസിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ അതെല്ലാം വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെട്ടിയതിന് ശേഷം കാണാവേ. അപ്പം നമ്മുടെ ഈ വാള ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്തൊന്ന് അരച്ച് എടുക്കുവാണ്. വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ വാളയിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ മസാലയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ വാളയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് അങ്ങനെ മുള്ളൊന്നും വലിയ രീതിയിൽ കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ മീൻ വറുത്ത് കഴിച്ചപ്പോഴാണ് ദൈവമേ നിറച്ചു മുള്ളായിരുന്നു. ഭയങ്കര പാടാണ് കഴിക്കാൻ. പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അബദ്ധമായി പോയി മേടിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയെല്ലാം നമുക്കൊന്ന് പുരട്ടി കൊടുക്കാവേ. മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റത്തേക്ക് വെക്കാം. മസാല ഒന്ന് പിടിക്കണ്ടേ. അപ്പം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് പറ്റിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുവാണ് കേട്ടോ. തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. അരയ്ക്കാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുവാണ്. അപ്പോൾ തേങ്ങ അരച്ചെടുക്കുവാണ്. ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം മീൻ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം മത്തിയും ഉണ്ട്, നമ്മുടെ നങ്കും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. കൊച്ചുള്ളിയോ സവാളയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി അരിയണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഉണ്ടായിരുന്ന ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകാണ് വേണ്ടത്, അതും അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്ര നമുക്കൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ മീനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണവേ. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. കറിവേപ്പില ഒരു 2 തണ്ട് ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലരൊക്കെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാറുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയേ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ 2 രീതിയിൽ ചെയ്താലും ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ മിക്സിയുടെ ജാറും കൂടെ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചിലരൊന്നും ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരയ്ക്കാറുണ്ട്. അപ്പോൾ ആ പണി ഞാനിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ലേശം നമ്മുടെ കറിയിലിടുന്ന പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അപ്പോൾ ഈ സമയത്താണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയത്. പിന്നെ ഞാൻ രണ്ടാമത് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പുരട്ടിയെടുത്തിട്ട് ലേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുവാണ്. മൂടി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുവാണ് നമ്മുടെ മീൻ പറ്റിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇഞ്ചിയുടെ അളവൊക്കെ ഇച്ചിരി കൂടുതലിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ. ചെറുതായിട്ട് ചതച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലേശം പുളിവെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഉപ്പിടാൻ മറക്കരുത്. നമ്മൾ ആ മുളക് പൊടിയൊക്കെ ഇട്ട സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഉപ്പെല്ലാം ഇട്ട് നല്ല പാകത്തിനാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് അടച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കുവാണ്. ആ സമയത്ത് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മീൻ കറി പെട്ടെന്ന് മീൻ വെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ കറി കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം അടുപ്പിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വാള ഇവിടെ തേച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ കറി വേകുന്ന സമയം കൊണ്ട് നമ്മൾ വാള അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും വലിയ മീനായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. ഒറ്റയടിക്ക് അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചപ്പാത്തി ചുടുന്ന പാത്രത്തിലിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ മസാല എല്ലാം കൂടെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുരുമുളകിൻ്റെ നമ്മൾ ഒരു 10 രൂപയുടെ പാക്കറ്റ് കുരുമുളകായിരുന്നു, അത് മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു, നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ വറുത്തതിനൊക്കെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടുന്ന നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം നമ്മുടെ മീൻ വറുത്തതൊക്കെ വെന്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും വെന്ത് കഴിഞ്ഞിട്ടോ, മീൻ പറ്റിച്ചതും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണെന്ന് പറയാൻ ചോറും നല്ല അടിപൊളി മീൻ പറ്റിച്ചതും, അതായത് മത്തിയും പിന്നെ നങ്കും കൂടി ഇട്ട് വറ്റിച്ചതാണ് അതും, പിന്നെ നമ്മുടെ മീൻ ഫ്രൈയും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന്. നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുള്ളിച്ചിരി കൂടുതലുണ്ടായിരുന്നു എന്നതേ ഉള്ളൂ. ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ മാംസം, ഈ മീനിൻ്റെ മാംസം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ മുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.